ഇതുപോലൊരു സർവൈവൽ ത്രില്ലർ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. വളരെ ഹൃദയസ്പർശിയായ നല്ലൊരു മെസ്സേജ് നൽകുന്ന നല്ലൊരു കഥയുള്ള ഒരു മോട്ടിവേഷൻ പടം. ഇത് നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തുന്ന ഒരു പടമല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടുള്ളവർ സ്കിപ്പ് ചെയ്യുക, കാണാത്തവര് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഹലോ എവരിവൺ, വെൽക്കം ടു മല്ലു സ്റ്റോറി ബോട്ട്. കഥ ആരംഭിക്കുന്നത് ബസ് ഡ്രൈവറായ കെവിനെയും കാണിച്ചുകൊണ്ടാണ്. അയാളൊരു സ്കൂൾ ബസ് ഡ്രൈവറാണ്. അവൻ കൃത്യമായി കുട്ടികളെയെല്ലാം അവരവരുടെ വീടുകളിൽ എത്തിച്ച ശേഷം അയാളുടെ ബോസ് ലേഡിയെ വാക്കി ടോക്കി മൂലം അതറിയിക്കുന്നു. അയാൾ എത്ര കെയർഫുൾ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അവിടുത്തെ സിസ്റ്റം അങ്ങനെ തന്നെയാണ്. ഈ കഥ നടക്കുന്ന ഈ സ്ഥലം വളരെ മലയും കുന്നും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ഒരുപാട് കാടുകളും മലകളും ഒക്കെ ഉള്ള ഒരു ചെറിയ സിറ്റി. അങ്ങനെ കുട്ടികളെല്ലാം കൊണ്ടയാക്കി പുള്ളി തിരികെ സ്കൂളിലേക്ക് എത്തുന്നു. നമ്മുടെ നാട്ടിലൊക്കെ സ്കൂൾ ബസ്സുകൾ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുണ്ടെങ്കിലും അതിന് ഒരു ഏജൻസിയോ മറ്റോ ഇല്ല. എന്നാൽ ഈ നാട്ടില് ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് ഈ സ്കൂൾ ബസ്സുകളെ എല്ലാം നിയന്ത്രിക്കുന്നത്. അതില് ഈ ലേഡിയാണ് അവരുടെ എല്ലാം ഹെഡ്. ഹീറോ അവരുടെ അടുത്ത് തന്റെ അമ്മ വയ്യാതിരിക്കുകയാണെന്നും അതുകൊണ്ട് തനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട്, ഓവർ ടൈം ഡ്യൂട്ടി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവര് പറയുന്നു ഓവർ ടൈം ഡ്യൂട്ടി ഉണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. അതെന്താണ് അതിന് കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങളെക്കാളും സീനിയർ ആയിട്ടുള്ള ഡ്രൈവർമാർ ഇവിടെയുണ്ട്, അവർക്ക് ഓറ്റി കൊടുത്തിട്ട് ബാലൻസ് ആയിട്ട് ഏതെങ്കിലും ഓറ്റി ഒഴിവ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് തരാമെന്നാണ് അവർ പറയുന്നത്. ഇത് കേട്ടതും ഹീറോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ അയാൾ അതെല്ലാം കടിച്ചമർത്തി വീട്ടിലേക്ക് പോവുകയാണ്. അവന്റെ വീടിന്റെ മുമ്പില് കാല് വയ്യാതെ കിടക്കുന്ന ഒരു പട്ടിക്കുട്ടിയുണ്ട്. അതിനെ അവൻ വളരെ കാര്യമായിട്ടാണ് കെയർ ചെയ്യുന്നത്. അതിനെ എടുത്തുകൊണ്ട് അവൻ വീടിനുള്ളിലേക്ക് വരുന്നു. അതിനെ ഒരു സോഫയിൽ ഇരുത്തി അതിന് ഭക്ഷണവും കൊടുക്കുന്നു. അപ്പൊ അമ്മ അവനോട് പറയും നിന്റെ മോൻ ഇന്ന് പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അവൻ ചോദിക്കും എന്താ അവൻ പോകാത്തത്. അതിനവനെന്തോ കാരണം പറഞ്ഞായിട്ട് അമ്മ പറയുന്നുണ്ട്. അമ്മ അതെല്ലാം വിശ്വസിച്ച് അവനെ സ്കൂളിൽ വിടാതിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ചോദിക്കും നിന്റെ മുഖം എന്താ വയ്യാതിരിക്കുന്നേ, എന്ത് പറ്റി? അപ്പൊ അവൻ പറയും ഞാൻ ഓവർ ടൈമായിട്ട് ഡ്യൂട്ടി ചോദിച്ചു, പക്ഷെ അത് കിട്ടിയില്ല. നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ എങ്ങനെ തീർക്കണമെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല, അതിന്റെ ഓരോ ടെൻഷൻ. അപ്പോഴേക്കും നായകന്റെ മകൻ അങ്ങോട്ട് വന്ന് ചിപ്സ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനോട് സ്കൂളിൽ പോകാത്തതിന്റെ കാര്യം എന്താണെന്ന് തിരക്കുമ്പോൾ അവൻ ഒന്നും മിണ്ടാതെ നേരെ പോയി ബെഡിൽ കിടക്കുകയാണ്. അയാൾ അവന്റെ മുറിയിൽ ചെന്ന് ചോദിക്കും നീ എന്തുകൊണ്ടാണ് ഇന്ന് പോകാതിരുന്നത്? അവൻ തിരിച്ചു ചോദിക്കും അപ്പൻ എന്റെ പ്രായത്തിൽ എല്ലാ ദിവസവും സ്കൂളിൽ പോയായിരുന്നോ? അയാൾ പറയും ഞാൻ പോയിട്ടില്ല. അത് ശരിയാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നിന്റെ അമ്മയുമായിട്ട് പ്രണയത്തിലാകുന്നത്. അങ്ങനെ നിന്റെ അമ്മ ഗർഭിണിയായി എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അന്ന് മുതൽ ഇന്നുവരെ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്നെയും കുടുംബത്തെയും നോക്കാൻ വേണ്ടി ഞാൻ വാൻ ഡ്രൈവറായിട്ട് വരെ ജോലി ചെയ്യുന്നു. എന്റെ അവസ്ഥ നിനക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് ഇത്ര കെഞ്ചുന്നത്. പക്ഷെ അവൻ അതൊന്നും കേൾക്കാതിരിക്കുകയാണ്. അവൻ എന്തോ അച്ഛനോടൊരു ദേഷ്യമുള്ള പോലെയാണ് അവന്റെ പെരുമാറ്റം. അപ്പം കാരണമാണ് അമ്മ പിരിഞ്ഞു പോയതെന്നാണ് അവൻ വിചാരിക്കുന്നത്. മാത്രമല്ല തന്നോടൊരു സ്നേഹവുമില്ല അപ്പന് എന്ന് അവൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അപ്പം പറയുന്നതിനെല്ലാം തരതല പറഞ്ഞും ദേഷ്യപ്പെട്ടുമൊക്കെ അവൻ ഇങ്ങനെ നടക്കുകയാണ്. നമ്മുടെയൊക്കെ ചില വീട്ടുകളിൽ കാണും ഇതുപോലുള്ള അപ്പനും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടുകയില്ല, ശത്രുക്കളെ പോലെ ജീവിക്കുന്നവര്. ഒന്നും ഓർക്കുക, തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഈ ലോകത്തുള്ളൂ. അയാൾ എന്തായാലും അവന്റെ വാക്ക് കേട്ട് പിന്നീടൊന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി ആ പട്ടിക്കുട്ടിയും എടുത്ത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ആ പട്ടിക്കുഞ്ഞിന് കുറെ ദിവസങ്ങളായിട്ട് എന്തോ രോഗമാണ്, അതിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതിനാൽ അതിനെ ഇഞ്ചക്ഷൻ എടുത്ത് കൊല്ലാമെന്ന് അല്ലെങ്കിൽ ദയാവധം ചെയ്യാമെന്ന് അയാൾ തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ വെറ്റിനറി ഡോക്ടറിന്റെ അടുത്ത് അയാൾ വന്നിട്ടുള്ളത്. ഇതേ സമയം കാട്ടിൽ നമ്മുടെ നാട്ടിലെ 11 kV ലൈൻ പോലത്തെ ലൈനുകൾ അതിലെ പോയിട്ടുണ്ട്. അതിലൊരെണ്ണം ഉടഞ്ഞ് താഴെ വീണ് പുല്ലിൽ തീ പിടിക്കുന്നു. ആദ്യം ചെറിയ തീയായി കത്തി, പിന്നീട് അത് പടരുന്നു. ആ കാട് മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അറിയാത്ത ഹീറോ പതിവ് പോലെ തന്റെ ഡ്യൂട്ടിക്ക് വേണ്ടി പോകുന്നു. എന്നാൽ ദൂരെ നിന്നും മറ്റൊരു ലോറി ഡ്രൈവർ ഇത് കാണുന്നുണ്ട്. അയാൾ റെസ്ക്യൂ ടീമിനെ അത് അറിയിക്കുകയും ചെയ്യുന്നു. റെസ്ക്യൂ ടീം ഇയാൾ ഫോൺ ചെയ്ത ഉടനെ CCTV വെച്ച് അത് കാടിന്റെ ഏത് ഭാഗത്താണ് തീ കത്തുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നു. അവര് ഫയർ ഡിപ്പാർട്ട്മെന്റിന് ഫോൺ ചെയ്ത് എത്രയും പെട്ടെന്ന് തീ അണയ്ക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പോൾ തന്നെ അവരുടെ മറ്റു പരിപാടികളെല്ലാം മാറ്റിവെച്ച് 2 ഫയർഫോഴ്സ് വാഹനവുമായിട്ട് ആ തീ പിടിച്ച ഇടത്തേക്ക് അവർ പുറപ്പെട്ടു. ഈ സമയത്ത് നമ്മുടെ ഹീറോ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മോനുമായിട്ട് വഴക്കിട്ടാണല്ലോ അവിടുന്ന് പോകുന്നത്. അതുകൊണ്ട് അയാള് കുറ്റബോധം തോന്നിയിട്ട് അവനുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടാ രാവിലെ എണീറ്റോ, കഴിച്ചോ എന്നൊക്കെ അവനോട് കുശലാന്വേഷണം ചെയ്തുകൊണ്ടാണ് അയാൾ ബസ് ഓടിക്കുന്നത്. ഹീറോ എന്തൊക്കെ മെസ്സേജ് അയച്ചിട്ടും പയ്യൻ അതൊന്നും കാണുന്നു പോലുമില്ല. മാത്രമല്ല അവൻ കണ്ട മെസ്സേജിനൊന്നും റിപ്ലൈയും കൊടുത്തിട്ടില്ല. അങ്ങനെ കുട്ടികളെല്ലാം ഇറക്കി വിട്ട് ബസ്സുകൾ കൊണ്ടുപോയിടുന്ന സ്ഥലത്തേക്ക് അയാൾ ബസ് കൊണ്ടുപോയിടാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മ വീട്ടിൽ നിന്ന് കോൾ ചെയ്യുന്നു. എടാ അവന് സുഖമില്ല എന്ന് പറഞ്ഞത് വെറുതെ അല്ല, അവനിപ്പോ തീരെ വയ്യാതായിട്ടുണ്ട്, പനിക്കാനുള്ള എല്ലാ ലക്ഷണവും ഉണ്ട്. ഇതറിഞ്ഞത് ഹീറോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്നു. അയാൾ അമ്മയോട് പറയും തൽക്കാലത്തേക്ക് അവിടുത്തെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് അവന് മരുന്ന് കൊടുക്ക്, അപ്പോഴേക്കും ഞാൻ പെട്രോൾ അടിച്ച ശേഷം വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും നായകന്റെ ബോസ് വിളിക്കും. ട്രിപ്പ് കഴിഞ്ഞോ കുട്ടികളെയൊക്കെ
ബസ്സൊക്കെ ഇറക്കി വിട്ട ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നീ ഇങ്ങോട്ട് മടങ്ങി വരത്തില്ലേ? നിന്റെ ബസ് നോക്കി ഇവിടെ മെക്കാനിക്ക് വെയിറ്റ് ചെയ്യുകയാണെന്ന് അവര് പറയും. അതെല്ലാം കഴിഞ്ഞു മാഡം, ഞാൻ വരുന്ന വഴിക്ക് പെട്രോൾ അടിച്ചിട്ട് പെട്ടെന്ന് വരാം എന്ന് അയാൾ പറയുന്നു. ഇതൊക്കെ നീ നേരത്തെ നോക്കണ്ടായിരുന്നോ? ഇപ്പോഴാണോ നീ പെട്രോൾ അടിക്കാൻ വേണ്ടി പോകുന്നേ? ശരി ശരി, എന്തായാലും പെട്ടെന്ന് പെട്രോൾ അടിച്ചിട്ട് ഉള്ള നേരത്തെ എത്താൻ നോക്ക് എന്ന് അവർ പറയും. അയാള് പെട്രോൾ പമ്പിന്റെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ ഒരു നീണ്ട ക്യൂ ആണ്. ഈ സമയത്ത് ഫയർഫോഴ്സ് ആ തീ അണയ്ക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരവിടെ എത്താറായി. അങ്ങനെ പോണ വഴിക്ക് അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതായത് ആ 11K പോലത്തെ ലൈൻ പൊട്ടി വീണിട്ടാണ് ആ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അത് തീയെല്ലാം പടർന്ന് കയറിക്കൊണ്ടിരിക്കുന്ന കാര്യവും അവർക്കറിയാം. എന്നാൽ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ആ സ്ഥലത്തേക്ക് ഇവർക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. അതായത് ആ തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഏരിയയുടെ തൊട്ടടുത്തേക്ക് ചെന്നാൽ മാത്രമാണ് അവർക്ക് ആ തീ അണയ്ക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ അതിന്റെ അടുത്തേക്ക് എത്താനായിട്ട് ഇവർക്ക് പറ്റുന്നുമില്ല. എന്ത് ചെയ്യുമെന്ന് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ അവർ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കുറുക്ക് വഴി കൂടെ അകത്തേക്ക് കയറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കും. അങ്ങനെ അവർ ആ വണ്ടി ഓടിച്ച് ആ ഷോർട്ട് കട്ട് ചാടാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ ഇടുങ്ങിയ വഴി കൂടെ കുറെ ദൂരം ഓടിയെങ്കിലും അവർക്ക് ആ തീ പിടിച്ച ആ സ്ഥലത്തേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഇടയ്ക്ക് വെച്ച് അവരുടെ വണ്ടി സ്റ്റക്കായി അവരും അവിടെ കുടുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ വേറെ വഴിയൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി എങ്ങനെ തീ അണയ്ക്കാം എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണ്. അങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഇപ്പൊ തീ പിടിച്ച സ്ഥലവും അതിനോടടുത്ത് പാരഡൈസ് എന്ന് പറഞ്ഞ അധിക ജനവാസമുള്ള ഒരു സ്ഥലവുമുണ്ട്. ആ രണ്ട് സ്ഥലവും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഈ തീ പിടിച്ചത് മൂലം അവിടെ താമസിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ അല്ലെങ്കിൽ അപകടം സംഭവിക്കുമോ എന്നവർ നോക്കുന്ന സമയത്ത് അങ്ങനെ അവർ നോക്കുമ്പോൾ പാരഡൈസും ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്ന സ്ഥലവുമായിട്ട് 8 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്. ഈ 8 കിലോമീറ്റർ തീ കത്തി അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആ തീ അണയ്ക്കാൻ പറ്റുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. ഈ സീൻ ഇവിടെ കട്ടാകുമ്പോൾ ഹീറോ ഒരു വഴിക്ക് ബസ്സിൽ ഫുൾ ടാങ്ക് എണ്ണ അടിക്കുന്നു. അങ്ങനെ അയാൾ അതിനുള്ള പൈസയും കൊടുത്ത് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ റോഡിൽ മുഴുവൻ ഫയർ എഞ്ചിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അവൻ നോട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ എന്താണെന്നുള്ള കാര്യം ഇവന് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുമില്ല. അയാൾ അമ്മയ്ക്ക് കോൾ ചെയ്തിട്ട് പറയും, അമ്മ ഇപ്പോഴുള്ള മരുന്ന് കൊടുത്ത് അവനെ നോക്ക്, ഞാൻ എത്രയും പെട്ടെന്ന് ഡിപ്പോയിൽ കൊണ്ട് വണ്ടി ഇട്ട ശേഷം അവനുള്ള മരുന്നും വാങ്ങി വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. വീണ്ടും ഫയർഫോഴ്സിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവർ വീണ്ടും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാർത്ത അവരെ തേടിയെത്തുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് നിന്നും വീണ്ടും മാറി ജനവാസമുള്ള മറ്റൊരു സ്ഥലത്തും തീപിടുത്തം ഏർപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ആ തീ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ടീം അവിടെ എത്തിയില്ലെങ്കിൽ അവിടെയുള്ള ആളുകളെല്ലാം അപകടത്തിലാവും. ഇത് റെസ്ക്യൂ ടീമിന്റെ ക്യാപ്റ്റൻ ഇതൊന്നും മനസ്സിലാകുന്നില്ല. അതായത് നിലവിൽ വലിയ തീ പിടിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് നിന്നും 3 കിലോമീറ്റർ മാറിയാണ് മറ്റൊരു തീപിടുത്തം ഉണ്ടായേക്കുന്നത്. ഇതേ സമയത്ത് അവര് അവിടെയുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കാർ അങ്ങോട്ട് പറഞ്ഞുവിടും. എന്നാൽ കാർ ഓടിക്കുന്ന ആൾ ഇവരെ ഫോൺ ചെയ്ത് പറയുകയാണ് അവന് അങ്ങോട്ട് എത്താനായിട്ട് കഴിയുന്നില്ല. കാരണം പോകുന്ന വഴി നിറച്ച് പുകയായതുകൊണ്ട് അവനൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. അതായത് മറ്റൊരു ഷോക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവർ ആ കാറ് പറഞ്ഞു വിട്ട സ്ഥലത്ത് അവരുടെ കണക്ക് പ്രകാരം തീ അധികം ആവാൻ ചാൻസ് ഇല്ല എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഇവരുടെ കണക്കുകൂട്ടുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അവിടെ തീ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജനങ്ങളും വളരെ ആശങ്കയിൽ നിൽക്കുന്നൊരു സമയം. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചിലർക്കൊക്കെ തീ വരെ പിടിച്ചിട്ടുണ്ട്. അവിടുത്തെ ആളുകളാൽ കഴിയും വിധം ആ തീ അണയ്ക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആ പയ്യൻ ഈ മേലുദ്യോഗസ്ഥന് ഫോൺ ചെയ്ത് പറയുന്നു. അങ്ങനെ ഇയാൾ ആ ഫോൺ ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ ക്യാപ്റ്റൻ വീണ്ടും നോക്കുമ്പോഴാണ് അയാൾക്ക് ആ കാര്യം മനസ്സിലാകുന്നത്. അതായത് ആ തീപിടുത്തം ഉണ്ടായേക്കുന്നത് ലൈൻ പൊട്ടി വീണ സ്ഥലത്ത് മാത്രമാണെന്നാണ് ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിവേഗം ആ തീ പടർന്ന് 3 കിലോമീറ്റർ വീണ്ടും കടന്ന് ആ സെയിം തീ തന്നെയാണ് ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 2 ദിശയിലേക്കും തീ ഒരേപോലെ അതിവേഗം പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് അവിടെ റെസ്ക്യൂവിന് വേണ്ടി വന്ന ആ പയ്യൻ അവിടെയെല്ലാം നോക്കി കഴിയുമ്പോൾ ഒരുപാട് പേര് ഈ തീയിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്ന അയാൾ കാണും. അയാൾക്ക് പറ്റുന്ന വിധത്തില് അവരെയെല്ലാം റെസ്ക്യൂ ചെയ്ത് താൻ കൊണ്ടുവന്ന വണ്ടിയിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് മെഡിസിനും ഇവർ രക്ഷിക്കാനുള്ള റെസ്ക്യൂ ടീമും അങ്ങോട്ട് എത്തണമെന്ന് മേലധികാരിയോട് ഇയാൾ പറയുകയാണ്. ഇതേ സമയത്ത് ഹീറോ ഡിപ്പോയിലേക്ക് ബസ് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അവന്റെ ബോസ് ലേഡി ഇവനെ തുടരെ കോൾ ചെയ്ത് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എവിടെ എത്തി? ഇതുവരെ നീ എത്തിയിട്ടില്ലല്ലോ. നിനക്ക് വേണ്ടിയിട്ട് എന്തൊരു നേരമായിട്ടുള്ള മെക്കാനിക്ക് വെയിറ്റിംഗ് ആണെന്ന് അറിയാമോ എന്നൊക്കെ അവര് പറയുന്നു. അവൻ പറയും, ചെറിയൊരു ഫാമിലി ഇഷ്യൂ ഉണ്ട്, എന്റെ കൊച്ചിന് തീരെ വയ്യ, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എനിക്ക് വീട്ടിൽ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയും. അവര് പറയും, നീ വീട്ടിൽ പോവോ ഹോസ്പിറ്റലിൽ പോവോ കൊച്ചിനെ നോക്കുവോ എന്നുള്ളതൊക്കെ നിന്റെ വിഷയം. എത്രയും പെട്ടെന്ന് ഡിപ്പോയിലേക്ക് വന്ന് ആ മെക്കാനിക്കിനെ കണ്ട് നിന്റെ വണ്ടിയുടെ കേടുപാടുകളെല്ലാം തീർത്ത ശേഷം നീ വീട്ടിൽ പോവോ നിന്റെ കൊച്ചിനെ നോക്കുവോ എന്താന്ന് വെച്ചാൽ ആയിക്കോ എന്ന് പറയും. എന്നാല് അയാൾ അതൊന്നും കേൾക്കാതെ കോളും കട്ട് ചെയ്തിട്ട് കൊച്ചിന് മരുന്ന് മേടിക്കാനായിട്ട് ഒരു ഫാർമസിയിലേക്ക് പോകുന്നു. അങ്ങനെ ആ മരുന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവന്റെ പിരിഞ്ഞുപോയ ഭാര്യ അവനെ കോൾ ചെയ്യുന്നു. അവര് കോൾ ചെയ്തിട്ട് കൊച്ചിന് എന്താ പറ്റിയേ, അവന് തീരെ വയ്യ, എന്നെ കാണണമെന്നൊക്കെ അവൻ ഫോൺ വിളിച്ച് പറയുന്നല്ലോ എന്ന് ചോദിക്കും. ഹീറോ പറയും, അതൊന്നുമില്ല, ഞാനും അവനുമായിട്ട് ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ്. ഇവൻ രാവിലെ കോളേജിൽ പോയില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവന് വയ്യ എന്നാണ് പറഞ്ഞത്. അവൻ തമാശയ്ക്ക് പറയുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ അവനിപ്പോൾ പനിയാണെന്ന് അമ്മ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതിനുള്ള മരുന്ന് മേടിച്ച് ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് പറയും. അപ്പോൾ അവര് പറയും, നീ കൊച്ചിനെ തന്നെ നോക്കിക്കോളാന്ന് നീ വലിയ വീരവാദം പറഞ്ഞല്ലേ, എന്നിട്ട് ഇപ്പൊ എന്തായി, ഇതാണോ നീ നിന്റെ കൊച്ചിനെ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുകയാണ്. ഹീറോ പറയും, ഞാൻ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, ഈ ബസ് ഡിപ്പോയിൽ കൊണ്ടിരുന്ന താമസം മാത്രമേ ഉള്ളൂ. അവര് പറയും, ഞാനും ജോലിയിൽ തന്നെയാണ്, എന്ന് വെച്ച് നമ്മൾ
ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്യണ്ടേ എന്ന് പറയും. മാത്രമല്ല അവളിപ്പോൾ ലവ് ചെയ്യുന്ന മറ്റൊരു ചെക്കനും കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന കാര്യവും അവന്റെ അടുത്ത് പറയും. അവനിതെല്ലാം കേട്ട് ഷോക്കായി നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഇപ്പൊ ആ റോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ തീ പടർന്ന് അതിലെല്ലാം പുക പറക്കുന്നതും തീ ആളി കത്തുന്നതും ഇവൻ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് അവന്റെ ആദ്യ ഭാര്യയോട് പിന്നെ വിളിക്കാം, ഇച്ചിരി എമർജൻസി ആണെന്ന് പറഞ്ഞ് അവൻ ആ കോള് കട്ട് ചെയ്ത ശേഷം അവന്റെ ബോസിനോട് ഈ കാര്യം പറയുമ്പോ അവര് പറയും, തീ പിടിച്ച കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം, അത് ഫയർ ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കോളും, അവരാ തീയൊക്കെ അണച്ചു, നീ ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ എത്രയും പെട്ടെന്ന് വരാൻ നോക്ക്, ഇല്ലെങ്കിൽ നിന്റെ ജോലിയും കാണിയല്ല, ഇനി മുതൽ നീ പൈസയ്ക്ക് വേണ്ടിയിട്ട് വേറെ എവിടെയെങ്കിലും പണിക്ക് പോകേണ്ടി വരും എന്ന് അവർ പറയും. എന്നാൽ ശരി, വേഗം വരാമെന്ന് പറഞ്ഞ് ആ കോളും കട്ട് ചെയ്തിട്ട് ഇവനും ഡിപ്പോ നോക്കി വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം വലിയ വിമാനങ്ങൾ ഉപയോഗിച്ച് ആ തീ അണയ്ക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആദ്യം കണ്ട ഫയർമാൻ അവിടെയുള്ള ആളുകളെയെല്ലാം രക്ഷിച്ച് കൊണ്ടുവരുന്ന വഴിക്ക് ആ കാട്ടി കുടുങ്ങിപ്പോകുന്നു. അയാൾ പുറത്ത് കിടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചീഫ് അവനെ കോൾ ചെയ്ത്, എടാ പുറത്തേക്കുള്ള വഴി നീ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കും. അവൻ പറയും, ഇല്ല ബോസ്, ഒരുപാട് വഴികളെല്ലാം തീ പിടിച്ച് ആകെ അലങ്കോലമായി കിടക്കുകയാണ്. മാത്രമല്ല മരങ്ങളെല്ലാം ഒടിഞ്ഞാടി എല്ലാം ബ്ലോക്കാണ്, എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല, മാത്രമല്ല എതിരെ വരുന്ന വണ്ടികൾ പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് അയാൾ പറയും. ചീഫ് പറയും, ശരി, എന്നാ ഒരു മാർഗമേ ഉള്ളൂ, നീ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയുടെ അടുത്ത് തന്നെ ഒരു പാലമുണ്ട്, അതിനടിയിൽ കുറെ വെള്ളവുമുണ്ട്, അപ്പോ നിന്റെ കൂടെയുള്ള ആളുകളും നീയും എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് ആ വെള്ളത്തിലിരിക്കുക, അതല്ലാതെ ഇപ്പോഴേക്ക് അവരെ രക്ഷിക്കാനായിട്ട് മറ്റൊരു മാർഗവുമില്ല എന്ന് പറയും. അങ്ങനെ ഓക്കെ ചീഫ് എന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ടേക്ക് ഇവരെ എല്ലാം കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ അവന് കഴിയുന്ന വിധത്തിൽ ആളുകളോടെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ വേണ്ടി പറയുന്നു. എന്നാൽ ഈ തീ കത്തി ആളുന്നതിന്റെ അനുസരിച്ച് വലിയ കാറ്റ് അടിക്കുന്നുണ്ട്. അതൊരു വലിയ വേവ് പോലെയാണ് വരുന്നത്. 1-2 തവണ ആ വേവ് വരുമ്പോൾ ഇവർ രക്ഷപ്പെടുമെങ്കിലും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുന്നില്ല. അവസാനമായിട്ട് ഒരു വലിയ കാറ്റടിക്കുമ്പോൾ അവരെല്ലാം മുഴുവനായി ആ വെള്ളത്തിലേക്ക് മുങ്ങാൻ നിർബന്ധിതരാകുന്നു. മാത്രമല്ല ഇപ്പൊ കുറെ നേരത്തേക്ക് ആ ഫയർമാന്റെ യാതൊരു അപ്ഡേഷനും ക്യാപ്റ്റന് കിട്ടുന്നില്ല. അപ്പോ വെള്ളത്തിൽ വീണ എല്ലാവരും മരിച്ചുപോയെന്നാണ് ഇയാൾ ആദ്യം വിചാരിക്കുന്നത്. അപ്പോഴേക്കും ആ ഫയർമാന്റെ കോള് വരും. അയാൾ പറയും, ബോസ്, ഞങ്ങൾ ആരും മരിച്ചിട്ടൊന്നുമില്ല, എന്നാൽ ഞങ്ങൾക്ക് അധിക നേരം പിടിച്ചിരിക്കാനായിട്ട് കഴിയില്ല. മാത്രമല്ല ആ തീ ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് പാരഡൈസിന്റെ ഭാഗത്തേക്കാണ്. അതായത് 24,000 പേര് താമസിക്കുന്ന ആ കോളനി ഭാഗത്തേക്ക് നോക്കിയാണ് ആ തീ ആളി കത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു മാർഗം കണ്ടുപിടിച്ചില്ലെങ്കിൽ അവിടെയുള്ള ആളുകളെല്ലാം അപകടത്തിലാകും എന്നുള്ള കാര്യം അവൻ പറയും. ഈ സമയത്ത് ഹീറോ ഡിപ്പോയിലേക്ക് പോകുന്ന വഴിയിൽ അവന്റെ പയ്യനെ ഓർത്ത് അവൻ ആകെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മെസ്സേജ് ചെയ്തിട്ടാണല്ലോ അവൻ റിപ്ലൈ ഒന്നും തരാത്തെ. അയാൾ വിചാരിക്കും എന്നാ ഒരു വോയിസ് നോട്ട് ഇടാം. അയാൾ ഫോൺ എടുത്തിട്ട് വോയിസ് നോട്ട് ഇടും. അയാൾ പറയും, മോനെ, ഞാൻ രാവിലെ നിന്നോട് ദേഷ്യപ്പെട്ടു, അത് വേറൊന്നും കൊണ്ടല്ല, നിന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. പക്ഷെ നിനക്ക് അസുഖമാണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ നിനക്ക് മരുന്നും വാങ്ങിക്കൊണ്ട് വരുന്ന വഴിയാണ് ഡിപ്പോയിൽ ബസ് കൊണ്ടിട്ട ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരും. അതുവരയ്ക്കും നിന്നെ അമ്മൂമ്മ നോക്കിക്കൊള്ളും, നീ ധൈര്യമായിട്ടിരിക്കുക. മാത്രമല്ല ഈ സിറ്റിയിലെ ഒരു വലിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങളും അറിയത്തില്ല, അതുകൊണ്ട് നീ വളരെ ശ്രദ്ധിച്ച് അമ്മേനെയും കൂട്ടി ഭദ്രമായിട്ടിരിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അയാൾ വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ച് ഡിപ്പോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് പാരഡൈസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തീ പടർന്നു കയറിയേക്കുന്ന കാര്യം ക്യാപ്റ്റന് മനസ്സിലായല്ലോ. അതുകൊണ്ട് ടൗൺ ഹാൾ എന്ന് പറഞ്ഞ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരെ ഇൻഫോം ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് 4,000 ആളുകളെ അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കാൻ വേണ്ടി അവരോട് പറയും. മാത്രമല്ല വളരെ വേഗത്തിൽ തീ പടരുന്നുകൊണ്ട് ഇപ്പോഴേക്ക് എന്താ അപകടം ഉണ്ടാകുമെന്ന് അവർക്ക് മുൻകൂട്ടി പറയാനും പറ്റുന്നില്ല. അങ്ങനെ അവരെ അത് അറിയിച്ച ശേഷം ഹെലികോപ്റ്റർ എടുത്ത് എന്തോരം തീ പടർന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അയാൾ അവിടുന്ന് പോവുകയാണ്. ഇപ്പൊ മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ തീപിടുത്തം ഉണ്ടായേക്കണ കാരണം ഇന്റർനെറ്റും ഫോൺ കോളും എല്ലാം ഡെഡ് ആയേക്കാണ്, അതൊന്നും വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് 4,000 പേരെ ഇവർക്ക് അലർട്ട് ചെയ്യാനും പറ്റുന്നില്ല. തീ പടർന്നുകൊണ്ടിരിക്കുന്ന ആ വലിയ അപകടം ഇവരെ അറിയിക്കാനും അവർക്ക് പറ്റുന്നില്ല. ഇപ്പോ ക്യാപ്റ്റൻ ഹെലികോപ്റ്റർ വഴി നോക്കി കഴിയുമ്പോൾ തീ വളരെയധികം വ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ തീ അണയ്ക്കാനായിട്ടുള്ള ഉപകരണങ്ങളും ആളുകളും ഇവരുടെ കൈവശമില്ല. ഇനി ഒരു 19 പേരും വേറെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് ആ തീ അണയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവയെല്ലാം സംഘടിപ്പിക്കണമെങ്കിൽ മാത്രം ഒരു 3 മണിക്കൂർ മേളി സമയം വേണം. ഇതെല്ലാം അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോ കൊണ്ടുവിട്ടിരിക്കുന്ന ചെറിയ കുട്ടികളില്ലേ, അവരെല്ലാം ഈ പുകയെല്ലാം വരുന്ന കണ്ട് ആകെ പാനിക്കായിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ അവരോട് പറയും, ഇത് പേടിക്കാനൊന്നുമില്ല, അടുത്തൊരു ചെറിയ തീപിടുത്തം ഉണ്ടായതാ, അതുകൊണ്ട് കുട്ടികളെല്ലാം നല്ല കുട്ടികളായിട്ട് ഇവിടെ ഇരിക്കാൻ പറയും. ഈ സമയത്ത് സ്കൂളിലെ പ്രിൻസിപ്പൾ വന്ന് ആ ടീച്ചറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയും വേഗം കുട്ടികളുടെ മാതാപിതാക്കളെ വിവരം അറിയിക്കണമെന്നും അവരോട് വന്ന് സ്കൂളിൽ നിന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ പറയണമെന്നും പറയുന്നു. അപ്പോൾ ടീച്ചർ പറയും, ടൗണിന് പുറത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്, അവരിങ്ങോട്ടേക്ക് എത്താനും കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാനും ഒരുപാട് സമയമെടുക്കും, അതുകൊണ്ട് അതിന് വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും. അപ്പോൾ പ്രിൻസിപ്പൾ പറയും, ഞാനും എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, നിങ്ങളും മാക്സിമം കുട്ടികളുടെ പേരൻസിനെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പറയും. പിന്നെ പേരൻസ് പുറത്ത് ജോലി ചെയ്യുന്ന കുട്ടികളെ വീട്ടിലെത്തിക്കുന്ന കാര്യം, അതിനു വേണ്ടിയിട്ട് ഒരു വണ്ടി നമുക്ക് അറേഞ്ച് ചെയ്യാമെന്നും പറയും. അങ്ങനെ ടീച്ചർ കുട്ടികളുടെ കയ്യിൽ നിന്ന് നമ്പർ കളക്ട് ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ ഡിപ്പോയിലേക്ക് ബസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിന്റെ ഇടയിൽ ബോസ് വിളിച്ച് അവനെ ടോർച്ചർ ചെയ്തത് പോരാഞ്ഞിട്ട് അവന്റെ ഭാര്യയും വിളിച്ച് അവനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ച് എന്റെ ജീവിതവും കളഞ്ഞു, ഇപ്പൊ എന്റെ കുട്ടിയെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി കഴിയുന്നില്ല, നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്നെല്ലാം പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് അവന്റെ മനസ്സ് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവൾ പറഞ്ഞു നിർത്തുന്നത്
പറയുന്നത് ഞങ്ങൾ അവനെയും കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളുടെ കൂടെ താമസിപ്പിച്ചോളാം എന്ന് പറയുന്നു. അതായത് ഇവന്റെ ഭാര്യയ്ക്ക് ഓൾറെഡി ഒരു കാമുകനുണ്ടല്ലോ, അങ്ങനെ അവർ രണ്ടുപേരും വേറെ സ്ഥലത്ത് പോയി സെറ്റിൽ ആവാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങോട്ടേക്ക് കൊച്ചിനെയും കൂടെ കൊണ്ടുപോകുമെന്നാണ് അവൾ പറയുന്നത്. ഇത് കേട്ടത് ഹീറോ ഭയങ്കര അപ്സെറ്റ് ആയിട്ട് ആ കോളും കട്ട് ചെയ്ത് അവൻ ആകെ വിഷാദത്തിലിരിക്കുകയാണ്. അവൻ വീണ്ടും കോൾ ചെയ്ത് അവനോട് സംസാരിക്കാൻ നോക്കുമ്പോൾ കോള് പോകുന്നില്ല. അവൻ വോയിസ് മെയിലില് എടാ നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ നിനക്കുള്ള മരുന്നും വാങ്ങിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്, നീ ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. അതിനുശേഷം അവൻ വിചാരിക്കുമ്പോൾ നിലവിൽ ഇപ്പോൾ ഉള്ള പ്രശ്നത്തെക്കാളെല്ലാം വലുത് അവന്റെ കുട്ടിയാണ്, അതുകൊണ്ട് വീട്ടിലേക്ക് പോയിട്ട് മതി ഇനി ഡിപ്പോയിലേക്ക് എന്ന് അവൻ തീരുമാനിക്കും. അതിനുശേഷം വണ്ടി തിരിച്ച് അവന്റെ വീട്ടിലേക്ക് വിടുകയാണ്. ഇപ്പോൾ സ്കൂളില് പേരൻസ് എല്ലാം വന്ന് മറ്റു കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി. ഒരു 24 കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോരാൻ പേരൻസ് ഒന്നുമില്ല. അതുകൊണ്ട് അവരെ മറ്റുള്ളവരുടെ കൂടെ വിടാമെന്ന് വിചാരിച്ചാൽ അവർക്ക് മറ്റു വാഹനങ്ങളും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഉള്ള ഓപ്ഷൻ ബസ്സിൽ തന്നെ വേണം ഈ കുട്ടികളെ പറഞ്ഞുവിടാൻ. അതിനാദ്യം ഈ ട്രാൻസ്പോർട്ട് ഏജന്റുമായിട്ട് ഇവർക്ക് സംസാരിക്കണം. ഈ കാര്യം എത്രയും വേഗം ഇവർ പ്രിൻസിപ്പളിനെ അറിയിക്കുന്നു. അങ്ങനെ പ്രിൻസിപ്പള് ഹീറോയുടെ ബോസിനെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അവരാദ്യം ഒന്നും മടിച്ചെങ്കിലും അതെല്ലാം റെഡിയാക്കാൻ മേഡം എന്ന് പറഞ്ഞിട്ട് ഇവർ വാക്കി ടോക്കി മൂലം അവരുടെ കീഴിലുള്ള എല്ലാ ബസ് ജീവനക്കാരെയും വിളിക്കുന്നു. അതായത് ഡ്രൈവർമാരെയെല്ലാം കാര്യം അറിയിക്കുന്നു. അതായത് എല്ലാവരും ഇപ്പോൾ എവിടെയാണുള്ളത്, എത്ര പേര് അവരുടെ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്, ആരുടെയൊക്കെ ബസ്സാണ് ഇപ്പോൾ കാലിയായിട്ടുള്ളത് എന്നെല്ലാം അവരന്വേഷിക്കുകയാണ്. ഇപ്പോൾ ഇത് കേട്ടതും ഹീറോയ്ക്ക് ആകെ മൊത്തം വല്ലാത്തൊരവസ്ഥയിലാണ്. കാരണം അവന്റെ വണ്ടിയാണ് ഇപ്പോൾ കാലിയായിട്ടുള്ളത്. മാത്രമല്ല ആ സ്കൂളിന്റെ അടുത്തുള്ളതും അവന്റെ വണ്ടിയാണ്. ഇപ്പോൾ അവന്റെ മോനെ കാണാൻ വേണ്ടി പോകണോ അതെയോ ഈ 24 കുട്ടികളെ ആ തീ വിപത്തിൽ നിന്നും രക്ഷിക്കണോ, എന്ത് ചെയ്യണമെന്ന് അവനൊരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെ കുറച്ചു നേരം ആലോചിച്ച് കഴിയുമ്പോൾ അവൻ വിചാരിക്കും തന്റെ മകനേക്കാൾ വലുത് ആ 24 കുട്ടികളുടെ ജീവൻ തന്നെയാണ്. അതുകൊണ്ട് കുട്ടികളെ രക്ഷിച്ചിട്ട് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ. അവൻ രണ്ടും കൽപ്പിച്ച് അവന്റെ ബോസിനോട് പറയും ആ സ്കൂളിന്റെ അടുത്തുള്ളതും ബസ് കാലിയായിട്ടുള്ളതും എന്റെ ബസ്സാണ് എന്ന് അവരോട് പറയും. ഇപ്പൊ അവന്റെ ബോസും അവനോട് എടാ മുത്തേ, നീ ഇവിടെ ഉണ്ടായിരുന്നത് എന്തായാലും നന്നായി, നീ വണ്ടിയുടെ മെയിൻ്റനൻസും ബാക്കി വർക്കൊക്കെ പിന്നെ നോക്കാം, ആ കുട്ടികളെ അവിടുന്ന് രക്ഷിച്ച് അവരെ സേഫ് ആയിട്ട് അവരുടെ വീടുകളിൽ എത്തിച്ച ശേഷം മാത്രമാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് എന്ന് അവനോട് പറയും. അങ്ങനെ ഓക്കെ എന്നും പറഞ്ഞ് അവൻ കോളും കട്ട് ചെയ്ത് നേരെ സ്കൂളിലേക്ക് പോവുകയാണ്. അങ്ങനെ സ്കൂളിലെത്തി കുട്ടികളെയെല്ലാം ബസ്സിൽ കയറ്റി. അത് കഴിഞ്ഞ ശേഷം അവരെയെല്ലാം കയറ്റിവിടാൻ വേണ്ടി വന്ന ടീച്ചർ തിരിച്ച് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഹീറോ അവരെ നിർത്തിയിട്ട് നിങ്ങളിപ്പോ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുമ്പോൾ അവര് പറയും സ്കൂളിന്റെ ഗേറ്റും അതുപോലെ വാതിലുകളെല്ലാം തുറന്നു കിടക്കുവാണ്, അതെല്ലാം അടച്ചിടാൻ വേണ്ടി പോവാണെന്ന് പറയും. അവൻ ചോദിക്കും നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ, ഓരോരുത്തര് ഈ തീ പിടുത്തത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സ്കൂളെല്ലാം പൂട്ടാൻ വേണ്ടി പോവുകയാണോ? എനിക്ക് ഈ പിള്ളേരെ എല്ലാം ഒരുമിച്ച് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, ഞാൻ ഈ വണ്ടി ഓടിക്കുകയല്ലേ, അതുകൊണ്ട് ഈ പിള്ളേരെ മാനേജ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും ഒരാൾ ആവശ്യമാണ്, നിങ്ങൾ വണ്ടിയിൽ കയറാൻ വേണ്ടി പറയും. അത് മാത്രമല്ല എന്റെ കുട്ടി വയ്യാതിരിക്കുകയാണ്, നിങ്ങളെ സേഫ് ആക്കിയിട്ട് വേണം എനിക്ക് എന്റെ വീട്ടിൽ പോയി എന്റെ കൊച്ചിനെ കാണാൻ എന്ന് പറയുമ്പോൾ അവരും ഇയാളുടെ കൂടെ വണ്ടിയിൽ കയറും. ഇപ്പൊ അവിടുത്തെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ട്രാഫിക് ജാം ആണ്. അതായത് നമ്മുടെ സ്കൂൾ ബസ്സും പിള്ളേരും ഈ സിറ്റി വിട്ട് പുറത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്ന പോലെ തന്നെ ആ തീപിടുത്തത്തിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് നോക്കുന്നത്. അതുകൊണ്ട് വഴി നിറച്ച് വണ്ടികളാണ്. അതുകൊണ്ട് ഇഞ്ചോടിഞ്ച് ട്രാഫിക്കിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ബോസ് ലേഡി മറ്റുള്ള എല്ലാ ബസ്സുകാരെയും വിളിച്ചിട്ട് നിങ്ങൾ സേഫ് ആയിട്ട് ഈ സിറ്റി വിട്ട് പുറത്തു പോയോ എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാം പുറത്തു പോയതായിട്ട് റിപ്ലൈ വരുന്നു. എന്നാൽ ഇപ്പൊ നിലവിലുള്ളത് നമ്മുടെ നായകനും നായകന്റെ ബസ്സിലുള്ള കുട്ടികളും ആ ടീച്ചറും മാത്രമാണ് അവിടെ പെട്ടുകിടക്കുന്നത്. അങ്ങനെ ഹീറോയിനെ വിളിച്ച് എന്താണ് അപ്ഡേറ്റ് എന്ന് ചോദിക്കുമ്പോൾ അവൻ സ്കൂളിൽ വന്ന് കുട്ടികളെ പിക്ക് ചെയ്ത കാര്യം മാത്രമാണ് പറയാൻ പറ്റുന്നത്. അപ്പോഴേക്കും അവർ സംസാരിച്ചുകൊണ്ടിരുന്ന ആ വയർലെസ് കണക്ഷൻ കട്ടായി പോകുന്നു. വീണ്ടും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഹീറോയും വേറെ മാർഗ്ഗമില്ലാതെ ഫ്രണ്ടിലുള്ള വണ്ടികൾ എങ്ങനെയെങ്കിലും വഴി തന്ന് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുമ്പോൾ വണ്ടികളൊന്നും മാറുന്നുമില്ല, മുന്നിലുള്ള വണ്ടികൾ മുമ്പോട്ട് പോകാനും പറ്റുന്നില്ല. അങ്ങനെ ടൈറ്റ് ജാം ആയിട്ട് നിൽക്കുന്ന സമയത്ത് വേറെ മാർഗ്ഗമൊന്നും ഇല്ലാതെ ഹീറോ പെട്ടെന്ന് ബസ് തിരിച്ച് മറ്റൊരു വഴിയിലൂടെ പോകാൻ വേണ്ടി നോക്കുന്നു. അപ്പൊ ബസ്സിലുള്ള ടീച്ചർ ചോദിക്കും എടാ നമുക്ക് പോകേണ്ടത് ഈ വഴിക്കല്ലേ, നീ തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ദേ നോക്ക് മാഡം, ദൂരെ നിന്ന് തീ ഇങ്ങോട്ട് അടുത്തെത്താറായി, നമ്മൾ ഇവിടെ തന്നെ ട്രാപ്പായി കിടക്കുകയാണെങ്കിൽ നമ്മൾ ആ തീ വിപത്തിൽ ഏർപ്പെടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ നാടിനെ പറ്റി നന്നായിട്ട് അറിയാം, അതുകൊണ്ട് നിങ്ങളെ സേഫ് ആയിട്ട് ഇറക്കിയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ വിട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് അവൻ വേറൊരു വഴി കൂടെ വണ്ടി മുന്നോട്ട് നീക്കുകയാണ്. അങ്ങനെ ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ഉലച്ചിലും ഒക്കെ ആയിട്ട് വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ കുട്ടികളാകെ പേടിക്കുന്നു. എന്നാൽ അവർ പാനിക്കാകുന്നതിന് മുമ്പ് തന്നെ ഹീറോ വണ്ടി സേഫായിട്ട് തന്നെ വീണ്ടും റോട്ടിലേക്ക് എത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഹീറോയിന്റെ അടുത്ത് അവളുടെ ഫാമിലിയെ പറ്റിയെല്ലാം തിരക്കുന്നു. ആ സമയത്ത് ടീച്ചർ പറയുന്നത് അവര് കല്യാണം കഴിഞ്ഞ് അവർക്ക് 15 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്, അവര് സേഫ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ പറയും അവര് സേഫ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, എന്റെ അനീതി വന്ന് അവനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ സിറ്റിയുടെ വെളിയിൽ എന്റെ അച്ഛനും വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കുട്ടികളെല്ലാം സേഫ് ആയിട്ട് എത്തിച്ച
ശേഷം ഞാനും സിറ്റിക്ക് വെളിയിൽ പോയി അവരെ കാണാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയും. ഇപ്പോൾ ഹീറോയുടെ ബോസ് ഇരിക്കുന്ന ആ സ്ഥലത്തേക്കും തീ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ ഹീറോയെ ഇവർക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എങ്കിലും ബോസ് ആ വയർലെസ് എടുത്തിട്ട് അവനോട് പറയുന്നു, എടാ നീ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, കുട്ടികളെ ഒരു സ്ഥലത്തും ഇറക്കി വിടരുത്, മാത്രമല്ല നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തും ഇറക്കി വിടാൻ നിൽക്കരുത്, അവരുടെ വീട്ടിലും വിടണ്ട, ചിക്കോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഈ കുട്ടികളെ ഇറക്കി വിട്ടാൽ മതി, അവിടെയാണ് സേഫ് ആയിട്ടുള്ള സ്ഥലം, ഞങ്ങളും അങ്ങോട്ടേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓഫീസും പൂട്ടി ബോസും അവിടുന്ന് ആ ചിക്കോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ നിലവിലെ തീ വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്. ആ സിറ്റിയിലേക്കെല്ലാം കയറി തീ കത്തുന്നുണ്ട്. പല വീടുകളും തീക്കിരയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫയർഫോഴ്സിന്റെ ചീഫിന് പറ്റുന്നുമില്ല. മാത്രമല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റി അവിടെ വളരെ കുറവാണ്. ഈ തീപിടുത്തത്തിൽ പൊള്ളലേറ്റവരുടെ എണ്ണം വളരെ അധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പോലും ആ ഹോസ്പിറ്റലുകാർക്ക് പറ്റുന്നില്ല. അയാൾ പറയും, നിങ്ങൾക്ക് പറ്റുന്നതിന്റെ പരമാവധി നിങ്ങൾ നോക്ക്, എത്ര പേരെ രക്ഷിക്കാൻ പറ്റുമോ അത്രയും പേരെ നിങ്ങൾ മാക്സിമം രക്ഷിക്കുക, ബാക്കിയുള്ളതൊക്കെ നമുക്ക് വഴിയെ നോക്കാമെന്ന് പറയും. ഇപ്പോ അവിടുന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയുടെ ബസ് വീണ്ടും ട്രാഫിക്കിൽ പെട്ടുകിടക്കുകയാണ്. അയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഒരു കാറുകാർ നിർത്തിയിട്ടുണ്ട്. അയാൾ ചോദിക്കും, ഈ ട്രാഫിക് എപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്, ഇപ്പോഴെങ്കിലും തീരുമോ എന്ന് ചോദിക്കും. അയാൾ പറയും, ഞാൻ 2 മണിക്കൂറായിട്ട് ഇവിടെ കിടക്കുന്നതാണ്, ഇപ്പോഴെങ്കിലും ഈ ട്രാഫിക് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. അപ്പോൾ ഹീറോയ്ക്ക് ഒരു ബുദ്ധി തോന്നും. അയാൾ ടീച്ചറിനോട് പറയും, നിനക്ക് ഈ ബസ് ഓടിക്കാൻ വേണ്ടി പറ്റുമോ, ഞാൻ എങ്ങനെയെങ്കിലും ഈ ട്രാഫിക് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറയും. അതിനുശേഷം അവരെ ബസ് ഏൽപ്പിച്ചിട്ട് അവൻ പുറത്ത് കടന്ന് അവിടെയുള്ള പോലീസുകാരുമായിട്ട് സംസാരിക്കുകയാണ്. 24 മേളി കുട്ടികൾ എന്റെ ബസിന്റെ അകത്തുണ്ട്, എങ്ങനെയെങ്കിലും ഈ കുട്ടികളെ എനിക്ക് ഈ സിറ്റി വിട്ട് പുറത്ത് കടത്തിയേ പറ്റത്തുള്ളൂ, എങ്ങനെയെങ്കിലും ഈ ട്രാഫിക് ജാം ഒന്ന് ഒഴിവാക്കി തരാൻ വേണ്ടി പറയും. അപ്പോൾ പോലീസുകാരൻ പറയും, നീ ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ, നിന്നെപ്പോലെ തന്നെ ഒരുപാട് കുട്ടികളും ഫാമിലികളും ഈ കിടക്കുന്ന കാറുകളിലെല്ലാം ഉണ്ട്, അവരെയും പുറത്ത് കടത്തേണ്ടതല്ലേ. ഹീറോ ചോദിക്കും, നിങ്ങളൊരു ബാക്കപ്പ് പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, എന്റെ കൂടെയുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയേക്കുവാണ്, മാത്രമല്ല ഞങ്ങളുടെ വാക്കി ടോക്കികളും വയർലെസ് സംവിധാനം ഒന്നും വർക്കാകുന്നില്ല, അതുകൊണ്ട് ഇതൊന്നും കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയും. അപ്പൊ ഈ പോലീസുകാരോട് മിണ്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ ഹീറോ മുന്നോട്ട് ചെന്ന് നമ്മുടെ വേട്ടക്കാരൻ പടത്തില് വിജയ് ചെയ്യുന്ന മാതിരി ആ ട്രാഫിക് എല്ലാം കുറേശ്ശെ ക്ലിയർ ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കാര്യത്തിലൊക്കെ അവന് നല്ല കഴിവാണെന്ന് തോന്നുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവൻ ആ ട്രാഫിക് മുഴുവനായും ക്ലിയർ ചെയ്തു. അപ്പോഴേക്ക് ആ ബസ് ടീച്ചർ ഓടിച്ച് മുന്നോട്ടേക്ക് എത്തി. അവനും അങ്ങനെ ആ ബസ്സിൽ കയറി ടീച്ചറോട് പറയും, ഓ നിങ്ങൾ ഇത്ര നന്നായിട്ട് ബസ് കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ ടീച്ചർ പറയും, നിങ്ങളും ആള് കൊള്ളാം, എന്തായാലും ട്രാഫിക് പോലീസിന് ചെയ്യാൻ പറ്റാത്ത നിങ്ങളെ കൊണ്ട് പറ്റിയില്ലോ, നിങ്ങളൊരു പുലിയാണെന്ന് പറയും. അപ്പോ ഹീറോ താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ് വീണ്ടും അവർ യാത്ര ആരംഭിക്കുകയാണ്. ഇപ്പൊ അവർ പോകുന്ന വഴിയിലാണ് ഈ കുട്ടികളിൽ ചിലരുടെ വീടുകൾ. ആ വീടുകളെല്ലാം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടികൾ ഇത് കണ്ടിട്ട് കരയുകയാണ്. ഞങ്ങളുടെ അപ്പനെയും അമ്മനെയും കാണണം, അവരതിൻ്റെ അകത്തുണ്ടോ ഇല്ലയോ ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഇവർ കരയുന്നു. അപ്പോൾ കുട്ടികളെ സമാധാനപ്പെടുത്തിയിട്ട് നിങ്ങൾ ഇവിടെ സേഫ് ആയിട്ടിരിക്കുക, ഞങ്ങൾ പോയി നോക്കാന്ന് പറഞ്ഞ് ഹീറോയും കൂടെ വണ്ടിയിൽ നിറങ്ങി ആ വീട്ടിലേക്ക് ചെന്ന് നോക്കുകയാണ്. അവര് പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും ജീവനോടെ ഉണ്ടോ, സേഫ് ആയിട്ടാണോ എല്ലാവരും ഇരിക്കണേന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും ഒരു റിപ്ലൈയും ഒരു സ്ഥലത്തൊന്നും കിട്ടുന്നില്ല. കാരണം 4000 പേരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണമെന്ന് ഫയർഫോഴ്സിലെ ആള് അവരോട് വിളിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ അവരെ അത് കറക്റ്റായിട്ട് ഇൻഫോം ചെയ്യിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതെയോ അവരവിടുന്ന് മറ്റു സ്ഥലത്തേക്ക് പോയോ എന്നുള്ള കാര്യം അറിയത്തില്ല. അതായത് ഈ കത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടില് അവരുടെ പേരൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് യാതൊരു മാർഗവുമില്ല. മാത്രമല്ല സിറ്റി മുഴുവൻ ഇപ്പൊ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പകൽ സമയമായിട്ട് പോലും തേയും പുകയും അതിന്റെ കാറ്റും കാരണം ഒരു രാത്രിയുടെ പ്രതീതിയാണ് അവിടെ മുഴുവൻ. അങ്ങനെ അയാൾ തിരിച്ച് വണ്ടിയിൽ കയറി പിള്ളേരെല്ലാം സമാധാനപ്പെടുത്തി, നിങ്ങൾ സേഫ് ആയിട്ടിരിക്കണം, നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്ത് നിങ്ങൾ സുരക്ഷിതരായിട്ട് എത്തിച്ച ശേഷം മാത്രമേ ഞങ്ങൾ പോകത്തുള്ളൂ, അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അവരെ സമാധാനപ്പെടുത്തിയ ശേഷം വീണ്ടും വണ്ടിയെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി തുടങ്ങുന്നു. ഇപ്പൊ ഫയർഫോഴ്സിന്റെ ചീഫ് ഇലക്ട്രിക് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കമ്പി മുറിഞ്ഞു വീണിട്ടാണല്ലോ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്, അതായത് 11 kV. അയാൾ പറയും, നിങ്ങൾ എത്രയും പെട്ടെന്ന് എല്ലാ പവറും ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ അത് ചെയ്യാത്തത് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇലക്ട്രിസിറ്റി ഓഫീസർ പറയും, ഞങ്ങൾ പരമാവധി എല്ലാം ഓഫ് ചെയ്താണ്, എന്നാൽ ചിലതൊക്കെ മാനുവലായിട്ട് പോയി വേണം ഓഫ് ചെയ്യാൻ, ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, അതുകൊണ്ട് അങ്ങനെയുള്ളത് മാത്രമാണ് ഞങ്ങൾ ഓഫ് ചെയ്യാതിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ അയാൾ പറയും, ഇവിടെ 30,000 ആളുകൾ ഈ തീപിടുത്തത്തിൽ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മാത്രമല്ല ഞങ്ങളുടെ ഓഫീസർമാരും മറ്റാൾക്കാരും ഇതിനിടയിൽ പെട്ടുകിടക്കുകയാണ്, നിങ്ങൾ വളരെ കൂളായിട്ട് അത് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്താ, എന്ത് കാണിച്ചിട്ടായാലും വേണ്ടില്ല, എത്രയും പെട്ടെന്ന് ഇതെല്ലാം ഓഫായിരിക്കണം എന്നും പറഞ്ഞ് അയാളുടെ വായി തോന്നിയെല്ലാം വിളിച്ചു പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഹീറോയുടെ അടുത്ത് ഒരു കുട്ടി വന്ന് സംസാരിക്കുന്നു. നമ്മൾ ഈ ബസ്സിന്റെ അകത്ത് കിടന്ന് മരിക്കാൻ പോവുകയാണല്ലേ, ഞങ്ങളുടെ പേരൻസ് ഒക്കെ എവിടെയാന്നുള്ളത് നിങ്ങൾക്കും അറിയത്തില്ലല്ലേ, അവരും ഇപ്പൊ ജീവനോടെ ഉണ്ടോന്ന് പോലും അറിയില്ലല്ലേ എന്നൊക്കെ ഈ കൊച്ചു പറയുമ്പോൾ ഹീറോയിന് ഒന്നും ഇവരോട് തിരിച്ചു പറയാനായിട്ട് പറ്റത്തില്ല. പെട്ടെന്ന് ഹീറോ ആ കൊച്ചിന്റെ അടുത്ത് പറയും, നിന്റെ പേരെന്താണെന്ന് ചോദിക്കും. അവൻ ആ പേര് പറഞ്ഞു കഴിയുമ്പോൾ അവൻ പറയും, എടാ മോനെ, ഞാനും എന്റെ അച്ഛനെ നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ ഉണ്ടാകുന്നതിന്റെ കുറച്ചു നാൾ മുന്നാണ് എന്റെ അച്ഛൻ മരിക്കുന്നത്, മാത്രമല്ല ഇപ്പൊ എനിക്ക് ഒരു മകനും എന്റെ അമ്മയും എന്റെ വീട്ടിലാണുള്ളത്, ഞാൻ നിങ്ങളെയെല്ലാം കൊണ്ടേ
സേഫ് ആക്കി വിട്ടതിന് ശേഷം മാത്രമാണ് എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ അതേ അവസ്ഥയിൽ തന്നെയാണ് ഞാനും ഉള്ളത്. ഇങ്ങനെ ഇവർ സംസാരിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ റോട്ടിലുണ്ടായിരുന്ന ഇലക്ട്രിക് ലൈൻ എല്ലാം ഓരോന്നായിട്ട് പൊട്ടി അവരുടെ ബസ്സിന്റെ മേളിലേക്ക് വീഴാനായിട്ട് തുടങ്ങുന്നു. ഇതേ സമയത്ത് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് വെട്ടി ചോടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹീറോ എത്ര ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും കമ്പികളെല്ലാം പൊട്ടി ബസ്സിന്റെ മേളിലേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ അയാൾ വേറെ മാർഗമൊന്നുമില്ലാതെ വണ്ടി നേരെ തിരിച്ച് ഒരു ഗാർഡൻ ഉള്ളിൽ കൂടെ എടുത്ത് തിരികെ വീണ്ടും ആ ട്രാഫിക്കിന്റെ ഉള്ളിലേക്ക് അയാൾ കയറും. ഇപ്പോൾ കാണിക്കുന്ന ഷോട്ടില് ആ സിറ്റി മുഴുവൻ തീക്കിരയായിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സുകാർ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാകുന്നുമില്ല. അത് കണ്ടിട്ട് തന്നെ പേടിയാകുന്നു. ഇപ്പോൾ ആ സമയത്ത് ഹീറോ വീണ്ടും ട്രാഫിക്കിന്റെ അകത്തേക്ക് റീജോയിൻ ചെയ്തുകൊണ്ട് വീണ്ടും അയാളുടെ വണ്ടി ട്രാഫിക് ജാമിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീ കത്തി അങ്ങോട്ട് വരുന്ന സമയത്തിന് മുന്നേ അവരവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ബസ്സിന്റെ അകത്ത് വെന്ത് മരിക്കേണ്ടി വരുമെന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായി. അതിനുള്ള മാർഗവും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കൊള്ളക്കാരുടെ വരവ്. അവന്മാരെല്ലാം കൂടെ ബസ് തടഞ്ഞു നിർത്തി തോക്കും ചൂടി ഹീറോയുടെ അടുത്ത് നിങ്ങളെല്ലാം വേഗം ഇറങ്ങും, ഞങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു വണ്ടി വേണം, അതുകൊണ്ട് കുട്ടികളെയും കൂട്ടി വേഗം ഇറങ്ങും, ഞങ്ങൾ ഇതിൽ കയറി രക്ഷപ്പെടണം എന്നും പറഞ്ഞാൽ ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹീറോയ്ക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്നും അറിയത്തില്ല. അവനാകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഹീറോയിൻ ആ സമയത്ത് ഒരു വഴി കണ്ടുപിടിച്ചിട്ട് ഹീറോയോട് ആ സ്ഥലത്തേക്ക് വണ്ടി എടുക്കാൻ വേണ്ടി പറയും. അപ്പൊ ചുറ്റും നിന്നിരുന്ന കൊള്ളക്കാരെയെല്ലാം തള്ളിവിട്ടിട്ട് അയാൾ ആ വണ്ടി തിരിച്ച് ആ സ്ഥലത്തേക്ക് വണ്ടി എത്തിക്കും. അങ്ങനെ ജസ്റ്റ് മിസ്സിന് അവർ ആ ജാമിൽ നിന്നും രക്ഷപ്പെടുകയാണ്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോസ് ലേഡി ഇപ്പോ അവരാദ്യം പറഞ്ഞ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ വന്ന ഉടനെ തിരക്കുന്നത് നമ്മുടെ നായകനും പിള്ളേരും അവിടത്തേക്ക് എത്തിയോ എന്നുള്ളതാണ്. എന്നാൽ അവർ ചോദിച്ചു കഴിയുമ്പോൾ അങ്ങനെ ഒരു വണ്ടി ഇതുവരെ അങ്ങോട്ടേക്ക് വന്നിട്ടില്ലെന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. ഇപ്പോൾ ആ ലേഡിയും വളരെ സാഡായിട്ട് നിൽക്കുകയാണ്. കാരണം ഈ കുട്ടികളെ സേഫായിട്ട് എത്തിച്ചിട്ടില്ലെങ്കിൽ ആകെ മൊത്തം പ്രശ്നത്തിലാകും. അവരുടെ മാതാപിതാക്കൾ വിളിക്കുമ്പോൾ എന്തു പറയും? മാത്രമല്ല എന്തൊക്കെ പറഞ്ഞാലും അവരുടെ സ്റ്റാഫാണല്ലോ ഹീറോ. അവന്റെ കാര്യം ഓർത്തിട്ടും അവന്റെ കുട്ടിയുടെ കാര്യം ഓർത്തിട്ടും ഇപ്പോൾ അവർക്ക് വിഷമമുണ്ട്. ഇതേസമയം ഹീറോയിൻ കുട്ടികളുടെ അടുത്ത് മക്കളെ അധികം പുക വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ശ്വസിക്കാൻ പാടായിരിക്കും, അതുകൊണ്ട് കയ്യിലുള്ള ബുക്ക് എടുത്ത് വിശറി പോലെ വീശിയാൽ മതി, അപ്പൊ നിങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റുമെന്ന് കുട്ടികളോട് പറയുന്നു. കുട്ടികൾ അത് കേട്ട് വിശറിയ പോലെ ആ ബുക്കുകൾ വീശിയാണ് ഇപ്പൊ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭയങ്കരമായ തീപിടുത്തമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രൂക്ഷമായ ഗന്ധവും പുകയുമാണ് ഇപ്പൊ സിറ്റി മുഴുവനും. അങ്ങനെ അവർ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു പാർക്കിന്റെ റോഡ് കാണും. ആ റോഡിലൂടെ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ബാക്ക് എൻട്രൻസ് വഴി പുറത്തേക്ക് കടന്നാല് ഇവര് മിസ് ചെയ്ത് വന്ന ആ റോട്ടിലേക്ക് വീണ്ടും എത്താൻ വേണ്ടി പറ്റും. അങ്ങനെ അവർക്ക് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തന്നെ ഈ ബസ് കൊണ്ടെത്തിക്കാൻ പറ്റും. ഈ കാര്യം ഹീറോ പറയുമ്പോൾ ഹീറോയിനും ഓക്കെ പറയുന്നു. പക്ഷെ ഇതൊക്കെ എങ്ങനെ ഹീറോയ്ക്ക് അറിയാമെന്ന് അവർ തിരക്കുന്നു. അപ്പൊ അയാൾ പറയുന്നത് അയാളുടെ ചെറുപ്പകാലത്ത് ആ പാർക്കിൽ അയാൾ ജോലി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവിടെയുള്ള കുറുക്കുവഴികളും മറ്റു കാര്യങ്ങളും അയാൾക്ക് മനഃപ്പാടമാണ്. എന്നാൽ ഇവരുടെ സമയം വീണ്ടും മോശമായതുകൊണ്ട് ആ പോകുന്ന കുട്ടികളിൽ ഒരാൾക്ക് ശ്വാസം മുട്ടി ആകെ മൊത്തം പ്രശ്നത്തിലാകുന്നു. ആ കൊച്ചിന് ശ്വാസം എടുക്കാനായിട്ട് പറ്റുന്നില്ല. അയാള് ആ കൊച്ചിന് വേണ്ടി വെള്ളം എടുക്കാനായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഹീറോയും പറയും നിങ്ങൾ വണ്ടി ഓടിക്കാനായിട്ട് വേണം, അതുകൊണ്ട് നിങ്ങൾക്ക് അപകടമൊന്നും പറ്റാൻ പാടില്ല, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെയെല്ലാം തിരഞ്ഞു നോക്കിയിട്ടും ഒരു വീട്ടിലും വെള്ളമൊന്നുമില്ല. അതായത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാനേ പറ്റുന്നില്ല. അവിടെ നോക്കിയിട്ടൊന്നും കിട്ടുന്നുമില്ല. അങ്ങനെ ഒരു വാനിന്റെ ഉള്ളിൽ നിന്ന് ഒരു വീട് സെറ്റപ്പ് ഉണ്ട്, അതായത് ഈ ക്യാരവാനൊക്കെ പോലെ. അങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം കിട്ടും. അതെല്ലാം എടുത്തുകൊണ്ട് ടീച്ചർ വരുന്ന വഴിക്ക് സിലിണ്ടറുകളെല്ലാം ചൂടായിട്ട് അതെല്ലാം അവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇത് കണ്ട് ഹീറോയ്ക്ക് ആകെ പേടിയായിട്ട് ഈ ടീച്ചറിന്റെ പേര് മേരി എന്നാണ്. അവളുടെ പേര് വിളിച്ച് കിടന്ന് കരയുന്നുണ്ട്. അങ്ങനെ ഉറക്കെ വിളിച്ച് പറയുമ്പോൾ ഈ ടീച്ചറിന്റെ ഒച്ച കേൾക്കാം. അങ്ങനെ അങ്ങോട്ട് ചെന്ന് അതിനെയും രക്ഷിച്ച് തിരിച്ച് ബസ്സിലേക്ക് കയറ്റി ആ പൊട്ടിത്തെറിയിൽ നിന്നും അവര് ബസ്സുമായിട്ട് രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവര് പോകുന്ന വഴിക്ക് മുഴുവൻ തീയാണ്. എങ്ങോട്ട് വണ്ടി തിരിച്ചാലും ഫ്രണ്ടിൽ തീയാണുള്ളത്. അങ്ങനെ അവസാനം ഹീറോ വളരെ ബുദ്ധിമുട്ടി വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിച്ച് പല വഴിയിലൂടെയും കയറി അവർക്ക് പുറത്തേക്കുള്ള വഴി കണ്ടുപിടിക്കും. ഇതേ സമയത്ത് ഈ കുട്ടികളുടെ പേരൻസ് എല്ലാം കൂടി നമ്മുടെ ബോസ് ലേഡി ഇല്ലേ, ഹീറോയുടെ ബോസ്, അവരെ പിടിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മേത്തേക്ക് കയറിയിട്ട് ഞങ്ങളുടെ കുട്ടികൾ എവിടെയെന്നൊക്കെ ചോദിച്ച് അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് പറയുന്നു ഞങ്ങൾക്ക് പറ്റുന്ന പോലെ എല്ലാ കുട്ടികളെയും പുറത്തേക്ക് കൊണ്ടുവന്നു, ട്രാഫിക് ജാം ഉള്ളതുകൊണ്ട് അവരെ സമയത്ത് എത്തിക്കാനായിട്ട് പറ്റിയില്ല, എന്നാൽ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയേക്കുന്നത് ധൈര്യശാലിയായ ഒരു പുതിയ ഡ്രൈവറാണ്, അവൻ തീർച്ചയായിട്ടും നിങ്ങളെ മക്കളെ സുരക്ഷിതമായിട്ട് ഇവിടെ തിരികെ എത്തിക്കും എന്ന് അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. എന്നാൽ പേരൻസിന് ഇതൊന്നും കേട്ടിട്ട് വിശ്വാസവുമില്ല. നിങ്ങൾ പറയുന്നു അയാൾ ഒരു പുതിയ ഡ്രൈവറാണെന്ന്, അയാൾ എങ്ങനെയാണ് ആ കുട്ടികളെയും കൊണ്ട് ആ ട്രാഫിക് എല്ലാം കടന്ന് ഇവിടെ എത്തുക? നിങ്ങൾ പറയുന്നതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അയാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊരു വിശ്വാസമില്ലാത്ത രീതിയിൽ അവരോട് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവര് പറയും നിങ്ങൾക്ക്
വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ പൂർണ്ണമായിട്ടും കെവിനെ വിശ്വസിക്കുന്നു. നമ്മുടെ ഹീറോയുടെ പേര് കെവിൻ എന്നാണ്. അയാളെ വിശ്വസിക്കുന്നു. അയാൾ തീർച്ചയായിട്ടും കുട്ടികളെയും കൊണ്ട് ഇവിടേക്ക് തന്നെ വരും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. നിങ്ങളും വിശ്വസിച്ച് സമാധാനമായിട്ടിരിക്കാൻ അവരോട് പറയും. ഇതേ സമയത്ത് ഹീറോ എങ്ങനെയൊക്കെയോ ആ വഴിയിലേക്ക് വീണ്ടും എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർക്ക് ആ സിറ്റി വിട്ട് പുറത്ത് കടക്കാനുള്ള വഴി. ആ വഴിക്ക് മറ്റൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഇടുങ്ങിയ വഴിയാണ്. മാത്രമല്ല ഒരു സൈഡ് വളരെ കൊക്കയുമാണ്. വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും കാര്യം അതോടെ തീരും. ആ ഒരു വഴിയിലൂടെ വളരെ ഞെരുങ്ങിയാണ് അയാൾ ആ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ കുറെ ആളുകള് ഈ തീ പിടിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരവിടുന്ന് രക്ഷപ്പെട്ട് വരുമ്പോ ഇവർക്കെതിരെ അവര് വരുന്നു. അപ്പൊ ഇവർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. അവരാണെങ്കിൽ രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും പോകണം എന്ന് വിചാരിച്ച് സിറ്റി വിട്ട് വരുമ്പോ ഈ ആളുകള് ആ സിറ്റി തേടി അങ്ങോട്ട് പോവുകയാണ്. ഇവരെന്താ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവാണോ എന്നൊക്കെയാണ് ഇവര് ചിന്തിക്കുന്നത്. ഇതിലൊരാളെ തടഞ്ഞു നിർത്തിയിട്ട് ഹീറോ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് തിരിച്ച് സിറ്റിയിലേക്ക് തന്നെ പോകുന്നത്? അവിടെ മുഴുവൻ തീ പിടിച്ചിരിക്കുകയല്ലേ, നിങ്ങൾക്ക് തലയ്ക്ക് എന്തെങ്കിലും ഓളം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയും, അത് വേറെ ഒന്നുമല്ല, തീ പിടിച്ചിരിക്കുന്ന കാര്യം ഞങ്ങൾക്കും അറിയാം. എന്നാൽ ഞങ്ങളിപ്പോ വരുന്ന ആ വഴിയില് മുഴുവൻ തീയാണ്, നിങ്ങൾ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കും. അപ്പൊ ഹീറോ പറയും, ഞങ്ങൾ നീൽ റോഡ് വഴിയാണ് പുറത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണേന്ന് പറയും. അപ്പൊ ഇവര് തിരിച്ചു പറയും, ആ വഴി പോകാനേ പറ്റത്തില്ല, ആ വഴി മുഴുവൻ തീ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, നീ കുട്ടികളെയും കൊണ്ട് മുന്നോട്ട് പോയാൽ ആ വഴി രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവർ ആ സിറ്റിക്ക് നേരെയുള്ള വഴിയെ പോവുകയാണ്. എന്നാൽ ഹീറോയ്ക്ക് ഇവരെ വിശ്വാസം വരാത്തതുകൊണ്ട് അയാൾ ബസ് വിട്ടിറങ്ങി ഒരു വലിയ കുന്നിന്റെ മേളിൽ കയറി തങ്ങൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നോക്കുമ്പോൾ എന്റെ പൊന്നുമോനെ ആ വഴി മുഴുവൻ തീ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതായത് ആ വഴി മാത്രമല്ല, ഇവര് വന്ന വഴിയും മറ്റെല്ലാ വഴികളും തീ കൊണ്ട് വെന്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാം അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും വീടുകളെല്ലാം കത്തി നശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ തീയുടെ എല്ലാം നടുക്ക് ഇപ്പോൾ ആ ബസ്സും ആ കുട്ടികളും ഇയാളും ആ ടീച്ചറും പെട്ടിരിക്കുകയാണ്. ഇവർക്ക് പുറത്തേക്ക് കിടക്കാൻ മറ്റൊരു മാർഗവും കാണുന്നില്ല. ഇവൻ എന്ത് ചെയ്യുമെന്നറിയാതെ ആ കുന്നിറങ്ങി വീണ്ടും ആ ബസ്സിനുള്ളിൽ വന്ന് ടീച്ചറോട് കാര്യങ്ങൾ പറയുന്നു. ടീച്ചറും ഇത് കേട്ട് പേടിച്ച് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, നമുക്കിനി ഒരു മാർഗമേ ഉള്ളൂ, തൽക്കാലം ബസ്സിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക എന്നുള്ളത്. അപ്പൊ ടീച്ചർ ചോദിക്കും, ബസ്സിന്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ തീ പിടിക്കത്തില്ലേ? മാത്രമല്ല നമ്മൾ പോകുന്ന വഴിയിലും തീ പടർന്നുകൊണ്ടിരിക്കുകയല്ലേ, നമുക്ക് അയാള് പോയ വഴിയിലൂടെ തിരികെ സിറ്റിയിലേക്ക് തന്നെ പോയാലോ എന്ന് ചോദിക്കും. അപ്പോൾ ഹീറോ പറയും, വീണ്ടും ആ വഴിക്ക് തന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് ചെന്നെത്തും. ഇപ്പൊ അവരവിടെ പോയി എന്നുള്ളത് സത്യം തന്നെ, പക്ഷെ അതിൽ എത്ര പേര് ആ സിറ്റിയിലെത്തും സേഫ് ആയിട്ടെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പോകുന്ന വഴിക്ക് പലരും അപകടത്തിൽപ്പെടാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് അവരുടെ കൂടെ നമ്മളും പോയി അപകടത്തിലേക്ക് വീഴണ്ട, നമുക്ക് തൽക്കാലം ഈ ബസ്സിനുള്ളിൽ തന്നെ ഇരിക്കാമെന്ന് ടീച്ചറോടും കുട്ടികളോടും അയാൾ പറയും. ടീച്ചർ പറയും, ഓക്കെ നമുക്ക് ബസ്സിനുള്ളിൽ തന്നെ ഇരിക്കാം, പക്ഷെ എത്ര നേരം നമുക്ക് ഇരിക്കാൻ പറ്റും? നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലത്തേക്ക് പെട്ടെന്ന് തീ വന്ന് പടർന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീറോ പറയും, തൽക്കാലത്തേക്ക് നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, കുറച്ചു നേരം നമ്മൾ തീ വരില്ല എന്ന് വിശ്വസിച്ച് ഈ ബസ്സിനുള്ളിൽ ഇരിക്കുക മാത്രമേ മാർഗമുള്ളൂ. അതുകൊണ്ട് കുട്ടികളുടെ അടുത്തും ഇതൊന്നും പറയാൻ വേണ്ടി നിൽക്കേണ്ട എല്ലാം, കാരണം അവരും പാനിക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇവരെ കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല. അത് കേട്ട് ടീച്ചറും മിണ്ടാതെ കുട്ടികളെയും കൊണ്ട് ആ ബസ്സിനുള്ളിൽ തന്നെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്നാൽ ടീച്ചർ വളരെയേറെ തകർന്നിരിക്കുകയാണ്. കാരണം അവൾക്ക് ഭയങ്കര പേടിയാകുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടികളെ എങ്ങനെ രക്ഷിക്കും? 10-24 കുട്ടികളുണ്ട്. മാത്രമല്ല തന്റെ കുട്ടിയും സേഫ് ആണെന്നുള്ള കാര്യം അവർക്കറിയത്തില്ല. മരണത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് അവരും അയാളും ആ കുട്ടികളും. അവസാനമായിട്ട് തന്റെ കുട്ടിയെ ഒരു നോക്ക് കാണാൻ പോലും പറ്റില്ലല്ലോ എന്നോർത്ത് ടീച്ചർ വളരെയേറെ വിഷമിക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവന്റെ ബനിയൻ ചെറുതായി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ അയാൾ പറയും, ഇപ്പോഴേക്ക് വേറെ ഒരു മാർഗവുമില്ല. കാരണം ഈ തീയുടെ രൂക്ഷഗന്ധവും മാലിന്യം കത്തുന്നതിന്റെ പുകയും കാരണം കുട്ടികൾക്ക് ശ്വസിക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ബനിയന്റെ തുണി നനച്ച് ഒരു മാസ്ക് പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചെങ്കിലും ശ്വസിക്കാനായിട്ട് പറ്റും. ഈ ബനിയനും നമ്മൾ മുക്കുന്ന വെള്ളവും ആ വായുവിനെ ചെറുതായിട്ട് ഫിൽട്ടർ ചെയ്യും. അതുകൊണ്ട് അധിക അപകടം കൂടാതെ അവർക്ക് ശ്വസിക്കാനായിട്ട് പറ്റുമെന്ന് പറയും. അങ്ങനെ ആ തുണികളെല്ലാം മുറിച്ച് കുട്ടികൾക്ക് കൊടുത്ത് അങ്ങനെ അവര് ആ പുകയിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹീറോ ആ ബസ്സിലുണ്ടായിരുന്ന ചെറിയ ചെറിയ ഓട്ടകളും കിഴുത്തുകളൊക്കെ ടേപ്പ് ചെയ്ത് മറയ്ക്കുകയാണ്. ഇതേ നേരത്ത് നമ്മുടെ ചീഫ് ഓഫീസറെ കാണിക്കുന്നു. അയാൾക്കാണെങ്കിൽ ഈ തീ അണയ്ക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അയാൾക്ക് വേണ്ട ആളുകളെയും ഉപകരണങ്ങളും ഇതുവരെ കിട്ടിയിട്ടുമില്ല. മാത്രമല്ല ഹോസ്പിറ്റലിൽ വന്നുകൊണ്ടിരിക്കുന്ന രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. രോഗികളല്ല, അപകടത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ നിയന്ത്രിക്കാനോ വേണ്ട ചികിത്സ കൊടുക്കാനോ കഴിയുന്നുമില്ല. ഈ സമയത്ത് അയാൾ പറയും, നമുക്ക് തീ അണയ്ക്കാനായിട്ട് പറ്റത്തില്ല, കാരണം അത്രയേറെ തീ ആളി പടർന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഉപേക്ഷിച്ച ശേഷം മാക്സിമം ആളുകളെ അവിടുന്ന് റെസ്ക്യൂ ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുക. മാത്രമല്ല തീ ഇനി ഒരുപാട് പടർന്ന് പിടിക്കാതെ നോക്കുകയും ചെയ്യുക. അത് മാത്രമേ നമുക്കിനി ചെയ്യാൻ ബാക്കിയുള്ളൂ. ഇപ്പോ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോ ഇരിക്കുന്ന ആ ബസ് മുഴുവൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ചുറ്റും തീ ആളി കത്തുന്നുകൊണ്ട് അതിന്റെ ആ ചൂട് കാരണം ബസ്സും വളരെ അധികം ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഡോറിലോ മറ്റ് തകരം കൊണ്ടുണ്ടാക്കിയ, അതായത് മെറ്റൽ കൊണ്ടുള്ള ഒരു പാർട്സിലും തൊടാൻ പറ്റാത്ത രീതിയിലുള്ള ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുട്ടികൾ വരെ പാനിക്കായിട്ട് ആകെ
ആകെ മൊത്തം അവിടെ ഒരു ശോകമൂക അന്തരീക്ഷമാണ്. അവര് ചോദിക്കുന്നു, ചേട്ടാ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലെത്താൻ പറ്റത്തില്ലേ? ഞങ്ങളുടെ അച്ഛനെ അമ്മയെ ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലേ? ഈ ബസ്സിൽ കിടന്ന് മരിക്കാനാണോ ഞങ്ങളുടെ വിധി? ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്ന് അവരെ കെഞ്ചി ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ അവരെ സമാധാനപ്പെടുത്തിക്കൊണ്ട് കുട്ടികളോട് പറയുകയാണ്, ഞാൻ വീണ്ടും പറയുന്നു, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളെ സുരക്ഷിതരായിട്ട് നിങ്ങളുടെ മാതാപിതാക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാം ധൈര്യമായിരിക്കാൻ പറയുന്നു. ഈ സമയത്ത് ടീച്ചർ അവരുടെ കുട്ടിയുടെ കാര്യം ഓർത്ത് ആകെ നിരാശപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ടീച്ചർ ശോകമായിട്ടിരിക്കുന്ന കണ്ട് ഹീറോയുടെ കഥ പറയുകയാണ്. അതായത് ആദ്യം ഇയാള് അച്ഛനെ പറ്റി പറഞ്ഞിരുന്നെങ്കിലും അതല്ല സത്യം. ഇയാള് ചെറുപ്പത്തില് അച്ഛൻ എന്തോ ഒരു കാര്യത്തിന് ഹീറോ തോറ്റിട്ട് വരുമ്പോ അയാളെ ശകാരിക്കും. നീ ഒന്നും ജീവിച്ചിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ചീത്ത പറയും. ഇത് കേട്ട് ഹീറോയ്ക്ക് അച്ഛനോടൊരു ദേഷ്യം വരും. അങ്ങനെ ചെറുപ്പകാലം മുതൽ അച്ഛനോട് അയാൾ മിണ്ടാറേയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ ഹീറോയിനെ വിളിച്ച് കാര്യം പറയുകയാണ്. അച്ഛന് തീരെ വയ്യ, ക്യാൻസർ ആണ്, നീ വന്ന് നോക്കണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ അത് കേട്ടതും ഹീറോയ്ക്ക് ഭയങ്കര ഒരു വേദന. കാരണം ചെറുപ്പം മുതല് അയാൾ വലുതാകുന്നവരെ അച്ഛനോട് മിണ്ടിയിട്ട് പോലുമില്ല. ഇപ്പോ അവസാന ഘട്ടത്തിൽ എന്ന പോലെ അച്ഛനെ കാണാനായിട്ട് അയാൾക്ക് പോകേണ്ടി വരുന്നു. അയാളാണെങ്കിൽ ഇത്രയും നാളുണ്ടായിട്ടും തന്റെ അച്ഛനോടൊരു മാപ്പ് പറയാനോ അവരോട് സംസാരിക്കാനോ തന്റെ സ്നേഹം കാണിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അന്നൊന്ന് ശകാരിച്ചതിന്റെ പേരില് ഇതുവരെ മൗനം പാലിച്ച അയാള് വളരെയേറെ ദുഃഖിതനായിട്ട് തന്റെ വാഹനവും എടുത്ത് അതിവേഗം അച്ഛനെ കാണാൻ വേണ്ടി വീട്ടിലെത്തിയെങ്കിലും അയാൾ എത്തുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ മരണപ്പെട്ടിരുന്നു. ഇപ്പൊ ആ കാര്യം ഓർത്ത് ഹീറോ വളരെയേറെ ദുഃഖിച്ച് കരയുകയാണ്. ഇപ്പൊ അതുപോലെ തന്നെ തന്റെ കുട്ടി വയ്യാതെ വീട്ടിലിരിക്കുന്ന സമയത്തും അവന്റെ അടുത്ത് എത്താനായിട്ട് ഹീറോയ്ക്ക് പറ്റുന്നുമില്ല. അങ്ങനെ ഒരച്ഛന്റെ മുമ്പില് മകനായിട്ടും അയാൾ തോറ്റു, തന്റെ മകന്റെ മുമ്പില് അച്ഛനായിട്ടും അയാൾ തോറ്റു എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അയാൾ വളരെ വേദനപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോ ഹീറോയിൻ അത് കേട്ടിട്ട് അയാളുടെ കയ്യിൽ പിടിച്ച് അവനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ ആ ബസിന്റെ ചുറ്റും തീ പടർന്നു പിടിക്കുകയാണ്. അത് പെട്ടെന്ന് ഇങ്ങനെ വരികയല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടുപോലെ പെട്ടെന്ന് വന്നിട്ട് അത് വീണ്ടും ഒരു വലിയ തീയായിട്ട് ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാള് പെട്ടെന്ന് ബസിനുള്ളിൽ നിന്ന് തീ അണയ്ക്കുന്ന ആ ഉപകരണം ഉണ്ടല്ലോ, എന്റെ പേരെന്താ, ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്നാന്ന് തോന്നുന്നു, ആ സാധനം എടുത്തിട്ട് കുറെ തീ അണയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു പരിധി കവിഞ്ഞ് അയാൾക്ക് ആ തീയെല്ലാം അണയ്ക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഒരു സ്ഥലത്തല്ല, അതിന് ചുറ്റും തീ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ അപ്പത്തേക്ക് ഇറങ്ങിയിട്ട് അയാളോട് പറയും, അങ്ങോട്ടേക്ക് പോകണ്ട, കാരണം നമ്മുടെ കൺട്രോളിലല്ല അത്, നമുക്ക് അതെല്ലാം അണയ്ക്കാനായിട്ടും പറ്റത്തില്ല, വേഗം തിരികെ വരാൻ വേണ്ടി പറയും. അങ്ങനെ അയാൾ തിരിച്ച് ബസ്സിൽ വന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ബസ് സ്റ്റാർട്ട് ആകുന്നില്ല. അയാൾ ആകെ പാനിക്കായിട്ട് വീണ്ടും ബസ് വിട്ടിറങ്ങി പുറത്തു വന്ന് ബോണറ്റൊക്കെ തുറന്ന് എന്തൊക്കെയോ ചെയ്ത് അവസാനം ആ ബസ് സ്റ്റാർട്ടാകും. അങ്ങനെ ഞൊടിയിടയില് അയാൾ ആ ബസ്സുമായിട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. പോകുന്ന വഴിയിലെല്ലാം മരം വീട് കിടക്കുന്നതുകൊണ്ട് തീ ആളി പടരുന്നുണ്ട്. എന്നാൽ അയാൾ അതൊന്നും നോക്കാതെ തന്റെ കുട്ടികളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, തന്റെ സ്വന്തം മകനെയും കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വണ്ടി ആ തീയിലൂടെ അതിവേഗം പുറത്തേക്ക് ഓടിക്കുകയാണ്. ആ രംഗങ്ങളെല്ലാം വളരെ ഭയാനകമായ രീതിയിലാണ് ഈ സിനിമയിൽ എടുത്തു കാണിച്ചിരിക്കുന്നത്. അതെല്ലാം ഇതിന്റെ അകത്ത് കാണിക്കാൻ പറ്റത്തില്ല, എന്നാലും കഴിയുന്ന ഭാഗങ്ങളെല്ലാം ഞാൻ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഒരു വിധത്തില് അയാൾ തന്റെ സകല കഴിവ് ഉപയോഗിച്ച് അവരെ സേഫായിട്ട് പുറത്തേക്ക് എത്തിക്കും. അതായത് ഇപ്പൊ അവര് നിൽക്കുന്നത് ആ തീ പിടിച്ച സ്ഥലമെല്ലാം കഴിഞ്ഞ് സമാധാനമായ തീയൊന്നുമില്ലാത്ത ഒരു സാധാരണ പ്രദേശത്തേക്ക് ആ ബസ് എത്തി. അങ്ങനെ അതിനുശേഷം ആ ബസ് ക്യാമ്പിലേക്ക് പോകുന്നു. അങ്ങനെ ആ ബസ് കണ്ടതും പേരൻസ് എല്ലാം ഓടി ബസ്സിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തന്റെ കുട്ടികളെല്ലാം കണ്ടപ്പോ പേരൻസിന്റെ കണ്ണുകൾ നിറയുന്നു. അവർ ഓടി ചെന്ന് കുട്ടികളെല്ലാം എടുത്ത് ഉമ്മ വെക്കുകയും അവരെ ആ ബസ്സിൽ നിന്ന് ഇറക്കി അവരുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ഈ സമയത്ത് ഒരു കുട്ടി ആദ്യം ഹീറോയോട് ചോദിക്കുകയായിരുന്നോ, ഞങ്ങളുടെ പേരൻസിന്റെ അടുത്ത് നിങ്ങൾ എത്തിക്കുവോ, ഞങ്ങളുടെ പേരൻസ് ഉള്ള സ്ഥലം നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്ന പയ്യന്റെ അടുത്ത് കെവിൻ ഇങ്ങനെ തലയാട്ടിയിട്ട്, ഇപ്പൊ നിനക്ക് എന്ത് തോന്നുന്നു, ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ എത്തിച്ചില്ലേ എന്നുള്ള രീതിയിൽ അവൻ തലയാട്ടുമ്പോൾ അവനും താങ്ക് യു കെവിൻ എന്ന് പറഞ്ഞ് ആ ബസ് വിട്ടിറങ്ങുന്നു. അതിനുശേഷം ടീച്ചറിന്റെ അടുത്ത് എല്ലാവരും ഓടി എത്തി കഴിയുമ്പോൾ ടീച്ചർ പറയും, നിങ്ങൾ എന്നോടല്ല നന്ദി പറയേണ്ടത്, ഈ ബസ് ഇത്രയും സുരക്ഷിതമായിട്ട് അതിവേഗം ആ തീക്കകത്തോടെ ഓടിച്ച് ഞങ്ങളെ വളരെ അധികം കെയർ ചെയ്തത് കെവിനാണ്. അയാൾ നല്ല രീതിയിൽ വണ്ടി ഓടിച്ച് ഇവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുമായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അയാൾക്കാണ് നന്ദി പറയേണ്ടത് എന്ന് പറയുന്നു. അങ്ങനെ ആളുകളെല്ലാം ചേർന്ന് അയാളെ ഒരു വലിയ ഹീറോ ആയിട്ട് അവിടെ ആഘോഷിക്കുകയാണ്. എന്നാൽ ഈ ആഘോഷങ്ങൾ അയാൾക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. കാരണം ആ സമയത്ത് തന്റെ കുട്ടി എവിടെയാണ്, അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടോ, തന്റെ അമ്മ എവിടെയാണ് എന്നുള്ള ചിന്തയൊക്കെയാണ് അയാളുടെ മനസ്സിൽ. അങ്ങനെ അയാൾ ഇറങ്ങി നടക്കുന്ന സമയത്ത് തന്റെ അമ്മേനെ കാണുന്നു. അയാൾ ഓടി അടുത്ത് വന്നിട്ട് എന്താ അമ്മ മാത്രം ഇവിടെ ഇരിക്കുന്നത്, കുട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവര് പറയും, അവനെ ലിൻഡ കൊണ്ടുപോയി, അതായത് ഇവന്റെ ആദ്യ ഭാര്യ ആ കൊച്ചിനെ വന്ന് കൊണ്ടുപോയി. അമ്മ പറയും, അവന് നിന്റെ കൂടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. അവളും പറയുന്നത് നിന്റെ കൂടെ അവൻ സുരക്ഷിതമായിട്ടിരിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനും അവനെ പോകാൻ അനുവദിച്ചു, ഞാൻ വേറെ എന്ത് ചെയ്യാനാ. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് വളരെ റിലീഫ് ആവുന്നുണ്ട്. കാരണം തന്റെ മകൻ സേഫ് ആയിട്ട് തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ അവന് സന്തോഷമുണ്ട്. എന്നാൽ അതേ സമയത്ത് മകൻ തന്നെ വിട്ടു പിരിഞ്ഞു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ അവന് സങ്കടവുമുണ്ട്. ഇതിനിടയ്ക്ക് ഒരു സീൻ പറയാൻ വിട്ടുപോയി. ഈ ബസ് വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയുടെ ബോസ് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട്
വന്നിട്ട് അവനെ ആദ്യം അപമാനിക്കാനൊക്കെ ശ്രമിച്ച അവര് തന്നെ അവനോട് നീ വളരെയധികം നല്ലവനാണ്, നീ ഒരു ഹീറോയാണ്, നിനക്ക് വളരെ സ്കില്ലുണ്ട്, ഇല്ലെങ്കിൽ ഈ കുട്ടികളെയും കൊണ്ട് ആ വലിയ അപകടത്തിൽ നിന്ന് ഇവിടെ എത്താനായിട്ട് പറ്റത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോ അവിടുന്നെല്ലാം സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീയെല്ലാം കെട്ടടങ്ങി, പട്ടണങ്ങളെല്ലാം അഗ്നിക്കിരയായി, എങ്കിൽ പോലും പലതും അവിടെ അവശേഷിക്കുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ ഹീറോ അവൻ ജീവിച്ച ആ വീട്ടിലേക്ക് തിരികെ എത്തി നോക്കുമ്പോൾ ആ വീടിനോടത്ത് ആ വീടില്ല, അത് മുഴുവൻ കത്തി നശിച്ചു. അങ്ങനെ ആ കത്തിക്കരിഞ്ഞ ആ വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് തന്റെ മകനുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അയാൾക്ക് കിട്ടും. അങ്ങനെ ആ ഫോട്ടോയും കണ്ട് അയാൾ ഫീൽ ചെയ്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പുറകില് ഒരു കാർ വന്ന് നിൽക്കുന്നു. ആ കാറിൽ നിന്ന് ഇറങ്ങി ഓടി വരുന്ന മകനെയാണ് അയാൾ കാണുന്നത്. അവൻ ഓടി വന്ന് അയാളെ കെട്ടിപ്പിടിക്കും. അതിന്റെ കാരണമൊന്നും ഈ സിനിമയിൽ കാണിക്കുന്നില്ല. ഒരുപക്ഷെ അയാൾ അയച്ച ആ വോയിസ് നോട്ടുകൾ ഇവൻ കേട്ടിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ 10-24 കുട്ടികളെ ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ച കാര്യം ന്യൂസിലൂടെ ഇവൻ അറിഞ്ഞിട്ടുണ്ടാവാം. എന്തു തന്നെ ആയാലും അവസാനം അവന്റെ കുട്ടി അവന് നഷ്ടമായില്ല. അവന്റെ അടുത്തേക്ക് തന്നെ തിരികെ എത്തി അവന്റെ കൂടെ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ആ സീനും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നത്. ഇഷ്ടായോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റിലൂടെ എന്നെ അറിയിക്കുക. എനിക്കൊരു ചെറിയ കാര്യം പറയാനുള്ള എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എന്റെ ഷോപ്പിൽ വന്ന ഒരാൾ പറഞ്ഞ കാര്യമാണ്. അയാളുടെ അമ്മ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. അയാൾ എന്റെ അടുത്ത് പരിഭവം പറയുകയാണ്, ഞാൻ അവരുണ്ടായിരുന്ന സമയത്ത് എന്റെ സ്നേഹം അവരെ അറിയിക്കാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒരു ഉമ്മ വെക്കാനോ എനിക്ക് പറ്റിയില്ല. എന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് പ്രകടിപ്പിച്ചില്ല. പലപ്പോഴും തമാശയൊക്കെ പറയുമെങ്കിലും എന്റെ മനസ്സ് നിറഞ്ഞ് ഒരു സ്നേഹപ്രകടനം നടത്താൻ എനിക്ക് പറ്റിയില്ല. എന്നാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ ഇപ്പോൾ എന്റെ കൂടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരെന്റെ മുന്നിൽ ഒരുപാട് നിരാശപ്പെടുന്നത് ഞാൻ കേട്ടു. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ഇത്രേ ഉള്ളൂ, നമ്മുടെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ല. ചിലർ പറയും എന്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, ഞാനത് പ്രകടിപ്പിക്കാത്തതാണ് എന്നൊക്കെ പറയും. പക്ഷേ പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് എന്താണ് കാര്യമുള്ളത്? അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. നമ്മുടെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് അവരറിയണ്ടേ. നമുക്ക് ദേഷ്യം വന്നാൽ നമ്മളത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കില്ലേ? എത്രയൊക്കെയാന്ന് പറഞ്ഞാലും നമ്മൾ ദേഷ്യം വന്നാൽ മറ്റുള്ളവരോട് ദേഷ്യപ്പെടും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം മറ്റുള്ളവർ അറിയണം, അല്ലേ? അപ്പൊ അവരൊക്കെ ഉള്ള സമയത്ത് അവരെയൊക്കെ സ്നേഹിക്കുക. അപ്പനെയും അമ്മയെയും മക്കളെയും ഭാര്യയെയും എല്ലാവരെയും. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.